ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി മലയാറ്റൂർ മല കയറുവാനായി പോവുകയാണ്. അതിനായി ചങ്ങനാശ്ശേരിയിൽ നിന്നും കാലടി വഴി കണ്ണൂർക്ക് പോകുന്ന നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ കയറി കാലടിയിൽ ഇറങ്ങി. അവിടെ നിന്നും മലയാറ്റൂർക്കുള്ള ബസ് കയറി ഞങ്ങൾ മലയാറ്റൂരിൽ വന്ന് ഇറങ്ങുകയുണ്ടായി. ഇതാണ് മലയാറ്റൂർ താഴത്തപ്പള്ളി. മലയാറ്റൂർ മല കയറുന്നതിന് മുമ്പ് എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറാൻ പോവുക. പെരിയാർ നദിയുടെ എതിർകരയിലാണ് മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മലയാറ്റൂർ അടിവാരം. ഇവിടെ നിന്നാണ് നമ്മൾ മല കയറാനായിട്ട് തുടങ്ങുന്നത്. അടിവാരത്ത് നിന്ന് നമ്മൾ നടന്ന് മല കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ഞായറാഴ്ച പുതുഞായറാഴ്ചയാണ് ഇവിടുത്തെ പെരുന്നാൾ. മല കയറാനുള്ള തുടക്കത്തിൽ തന്നെ അച്ചായൻ എനിക്കൊരു വടിയൊക്കെ സംഘടിപ്പിച്ചു തന്നു. ആ വടിയും കൊണ്ട് ഞാൻ മല കയറാനായിട്ട് തുടങ്ങി. മാർത്തോമാ ശ്ലീഹായുടെ പാദമുദ്ര പതിഞ്ഞ മലയാറ്റൂർ കുരിശുമുടി കയറ്റം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കയറുവാനായിട്ട് തുടങ്ങി. AD 52 ഭാരതത്തിൽ എത്തിച്ചേർന്ന തോമാസ് ശ്ലീഹ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു. ദുഃഖവെള്ളിയാഴ്ചയും പുതുഞായറാഴ്ചയും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുരിശും വഹിച്ചാണ് ഇവിടെ ആളുകൾ തീർത്ഥാടനം നടത്തുന്നത്. കുരിശിന്റെ വഴിയിലെ 14 ഇടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ പൊന്നിൻ കുരിശു മുത്തപ്പ പൊന്മല കയറ്റം എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ 14ാം സ്ഥലം വരെ എത്തിച്ചേർന്നു. സ്ഥലം കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പുകളാണ് പിന്നെ ഉള്ളത്. ആ സ്റ്റെപ്പുകൾ കയറി ആണ് നമ്മൾ മുകളിൽ തോമാസ് ശ്ലീഹായുടെ കുരിശടിയിൽ എത്തിച്ചേരുക. മലയുടെ മുകളിൽ എത്തുന്ന നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക ഓരോ നിയോഗവും വെച്ച് വിശ്വാസത്തോടുകൂടി ഭക്തജനങ്ങൾ കുരിശുമായി മുകളിൽ കൊണ്ടുവന്ന് വെച്ച കുരിശുകളാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇതാണ് മലയാറ്റൂർ മലയുടെ ഏറ്റവും മുകളിലുള്ള വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ കുരിശടി. അവിടെ എത്തി തിരികൾ കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥനകൾ നടത്തി. മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടതാണ്. 1968 വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു. അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. പഴയ പള്ളിയോട് ചേർന്നാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിയിലാണ് ആരാധനകൾ നടക്കുന്നത്. പഴയ പള്ളി ആനകുത്തിയ പള്ളി എന്ന പേരിൽ സംരക്ഷിച്ചിരിക്കുന്നു. പുതിയ പള്ളിയുടെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമാസ് ശ്ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ പൊൻകുരിശ് ഇതിന്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്. പൊൻകുരിശ് സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയാണിത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർ തോമാസ് ശ്ലീഹായുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണ്. അത് ഭക്തർക്ക് ദർശിക്കുവാനായിട്ട് ചില്ലുകൂടൊക്കെ ഉണ്ടാക്കി അത് ഭംഗിയായി ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു. മലയാറ്റൂർ മലയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. പെരിയാറും സമീപ പ്രദേശങ്ങളുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ആനകുത്തിയ പള്ളിയും പൊൻകുരിശു പാറയും തോമാസ് ശ്ലീഹയുടെ കാൽപ്പാടുകളും കണ്ടു വണങ്ങി ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മലയാറ്റൂർ മല കയറി പൊന്നിൻ കുരിശു മുത്തപ്പന്റെ അടുത്തെത്തി പ്രാർത്ഥിച്ച് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് മല ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ മലയുടെ അടിവാരത്ത് തിരിച്ച് എത്തിച്ചേർന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.